ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പരിചയപ്പെടുകയാണ്. തത്തുല്യത 10ാം ക്ലാസ് SSLC ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. ആദ്യം തന്നെ നമുക്ക് കാണാവുന്നത് ഇറ്റ്സ് എ പിക്ചർ, ഇറ്റ്സ് എ ഡ്രോയിങ് ആൻഡ് ഇറ്റ്സ് ഈ ചിത്രത്തെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് നോക്കാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. This is a beautiful drawing. Some children are seen in front of the gate. Some of them are boys and some of them are girls. The boys wore pant and shirt and girls wore churidar. They have their school bags and chart, school bags on their back and cover of chart and other equipments in their hand. They are coming out of their school. It is outside the school. Now they are going to their home. ഇതാണ് ഈ ചിത്രത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. This drawing is a beautiful drawing. Children are coming out of their school. There is boys and girls. The boys wore pants and shirt along with shoes, and the girls wore churidar. Boys, these children have their bags on the back. അത് കഴിഞ്ഞ് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ യൂണിറ്റ് ഫസ്റ്റ്, വേയ്സ് ഓഫ് ലേണിംഗ്. വേയ്സ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള മാർഗങ്ങൾ, വഴികൾ എന്നാണ് അർത്ഥം. അതിന് താഴെ ലെറ്റസ് ബിഗിൻ, നമുക്ക് തുടങ്ങാം. ലെറ്റസ് ബിഗിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. How many of these things do people learn in school? How many, എത്ര, of these things, ഈ കാര്യങ്ങളിൽ എത്ര എണ്ണം, do people, ആളുകൾ, learn in school, സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങളിൽ എത്ര എണ്ണം സ്കൂളിൽ നിന്ന് ആളുകൾ പഠിക്കുന്നതാണ്. Place a tick mark, ഒരു ടിക്ക് മാർക്ക് ഇടുക. against those taught in schools, സ്കൂളിൽ പഠിക്കുന്നതിനെ നേരെ നിങ്ങൾ ഒരു ടിക്ക് മാർക്ക് ഇടുക. ഈ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയാലേ ഇതിൽ ടിക്ക് മാർക്ക് ഇടാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇട്ട് എനിക്ക് അയച്ചു തരാവുന്നതാണ്. ഒന്ന്, ഹൗ ടു റിപ്പയർ എ ലീക്കിംഗ് ടാപ്പ്. ഇത് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നതാണോ? ഹൗ എന്ന് ചോദിച്ചാൽ എങ്ങനെ, ടു റിപ്പയർ, എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്. എ ലീക്കിംഗ് ടാപ്പ്, നമ്മുടെ ടാപ്പ്, വെള്ളമെടുക്കാൻ ഉപയോഗിക്കുന്ന ടാപ്പ് ലീക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത് എന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ഒരു ശരിയിടുക. 2, വാട്ട് ടു ഡു വെൻ എ ബീ സ്റ്റിങ്സ്. ഒരു തേനീച്ച കുത്തിയാൽ എന്ത് ചെയ്യണം? വാട്ട്, എന്ത്, ടു ഡു, എന്ത് ചെയ്യണം. വെൻ എ ബീ സ്റ്റിങ്സ്, ഒരു തേനീച്ച കുത്തുമ്പോൾ, സ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ കുത്തുക. തേനീച്ച കുത്തിയാൽ എന്ത് ചെയ്യണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക, ഇല്ലെങ്കിൽ ടിക്ക് മാർക്ക് ഇടണ്ട. മൂന്നാമത്തെ, വാട്ട് ടു ഡു വെൻ ദർ ഇസ് എ സഡൻ ഫ്ലഡ്. പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കമുണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ? വാട്ട് ടു ഡു, എന്ത് ചെയ്യണം. വാട്ട്, എന്ത്, ടു ഡു, ചെയ്യണം. വെൻ, അപ്പോൾ, എപ്പോൾ. ദർ ഇസ് എ സഡൻ ഫ്ലഡ്, പെട്ടെന്നൊരു ഫ്ലഡ് ഉണ്ടായാൽ, ഫ്ലഡ് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം, ഒരു ഫ്ലഡ് ഉണ്ടായാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, പെട്ടെന്നൊരു ഫ്ലഡ് ഉണ്ടായാൽ എന്ത് ചെയ്യണം സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? നാലാമത്തത്, ഹൗ ടു ബി ഹാപ്പി ഇൻ ലൈഫ്.
എങ്ങനെയാണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുക? ഹൗ ടു ബി ഹാപ്പി, എങ്ങനെ സന്തോഷവാനാകാം? ഹൗ എങ്ങനെ, ടു ബി ആകാം, ഹാപ്പി സന്തോഷവാനാകാം. ഇൻ ലൈഫ്, ജീവിതത്തിൽ എങ്ങനെ സന്തോഷവാനാകാം എന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ടിക്കിടുക, ഇല്ലെങ്കിൽ ടിക്കിടണ്ട. ഫിഫ്ത്ത് വൺ, ഹൗ ടു മിൽക്ക് എ കൗ, ഒരു പശുവിനെ കറക്കുന്നത് എങ്ങനെ? ഹൗ എങ്ങനെ, മിൽക്ക് എന്ന് പറഞ്ഞാൽ പാൽ എന്ന അർത്ഥമുണ്ട്. അതിനെ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ പാല് കറക്കുക. ഹൗ ടു മിൽക്ക്, എങ്ങനെ പാല് കറക്കാം? എ കൗ, ഒരു പശുവിനെ എങ്ങനെ പാല് കറക്കാം എന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ടിക്കിടുക. സിക്സ്ത് വൺ, ഹൗ ടു ബിഹേവ് വെൽ ടു പീപ്പിൾ. ഹൗ എങ്ങനെ, ടു ബിഹേവ് പെരുമാറാം, വെൽ നന്നായി പെരുമാറണം, ടു പീപ്പിൾ ആളുകളോട് എങ്ങനെ നന്നായി പെരുമാറണം. അങ്ങനെ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഒരു ടിക്കിടുക, അല്ലെങ്കിൽ നിങ്ങൾ ടിക്കിടണ്ട. ഇതാണ് ഒന്നാമത്തെ വർക്ക്, ലെറ്റ്സ് ബിഗിൻ, തുടക്കം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. അത് കഴിഞ്ഞ് ലാംഗ്വേജ് ഇൻ യൂസ്, ഉപയോഗത്തിലുള്ള ഭാഷ, അതിൻ്റെ ഒന്നാമത്തെ പ്രവർത്തനമാണ്. ഒന്നിൽ ഒന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേർ ഡു വി ഗെറ്റ് നോളജ് ഫ്രം, എവിടെ നിന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്? നമ്മളോട് ചോദിക്കുകയാണ്. ഡു വി ലേൺ ലെസൺസ് ഫ്രം ദ വേൾഡ് അറൗണ്ട് അസ്, ഡു വി ലേൺ, നമ്മൾ പഠിക്കുന്നുണ്ടോ? ലെസൺസ്, പാഠങ്ങൾ പഠിക്കുന്നുണ്ടോ? ഫ്രം ദ വേൾഡ് അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നുണ്ടോ? ഡിസ്കസ് ദിസ്, ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്, കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുക. ആൻഡ് റൈറ്റ് 2 sentences ഓൺ ദിസ്, ഇതിനെക്കുറിച്ച് 2 സെന്റൻസുകൾ എഴുതുക. നമ്മൾ സ്കൂളിൽ നിന്ന് മാത്രമാണോ പഠിക്കുന്നത്? അല്ല, ലോകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ, സ്കൂളിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമ്മൾ ലോകത്ത് നമ്മുടെ സഹജീവികളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് തിരിച്ചറിവുകൾ, പല തിരിച്ചറിവുകളും ഉണ്ടാകുന്നത് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നാണ്. ഹിയർ ഈസ് ആൻ ഓൾഡ് സ്റ്റോറി ഫ്രം ജപ്പാൻ, ഒരു ജപ്പാനിലെ നടന്ന ഒരു പഴയ കഥ, ജപ്പാൻ പ്രചാരത്തിലുള്ള ഒരു പഴയ കഥയാണ് ഇവിടെ. അബൌട്ട് ആൻ ഓൾഡ് മാൻ, ഒരു വൃദ്ധനെ കുറിച്ചുള്ള. ഓൾഡ് മാൻ, വൃദ്ധൻ. ഹി യൂസ്ഡ് ദ ലെസൺസ്, അദ്ദേഹം യൂസ്ഡ്, ഉപയോഗിച്ചു, ദ ലെസൺസ്, പാഠങ്ങൾ. ഹി ലേൺഡ്, അവൻ പഠിച്ച പാഠങ്ങൾ. അവൻ പഠിച്ച പാഠങ്ങൾ അവൻ ഉപയോഗിച്ചു. ഫ്രം ഹിസ് ലൈഫ്, അവന്റെ ജീവിതത്തിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഉപയോഗിച്ചു. ടു സേവ് ദ ലൈവ്സ് ഓഫ് മെനി പീപ്പിൾ, ടു സേവ്, രക്ഷിക്കാൻ, ദ ലൈവ്സ്, ജീവൻ രക്ഷിക്കാൻ, ഓഫ് മെനി പീപ്പിൾ, ധാരാളം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. ബിഫോർ റീഡിങ്, വായിക്കുന്നതിന് മുമ്പ്. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ബോൾഡ്, കുറച്ച് കട്ടിയിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളിലേക്ക് നോക്കുക. ആൻഡ് ഫൈൻഡ് ദെയർ മീനിങ്, അതിന്റെ അർത്ഥങ്ങൾ കണ്ടുപിടിക്കുക. ഇൻ ദ വേർഡ്സ് എക്സ്പ്ലെയിൻഡ് സെക്ഷൻ ആഫ്റ്റർ ദ സ്റ്റോറി, ഈ കഥ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഭാഗമുണ്ട്, 5ാമത്തെ പേജിലുണ്ട്. വേർഡ്സ് എക്സ്പ്ലെയിൻഡ്, വാക്കുകളുടെ വിശദീകരണം എന്നൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ആ പാഠം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ വാക്കുകൾ നമ്മൾ പഠിച്ചിരിക്കണം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരു പാഠഭാഗമാണത്, പുതിയ വാക്കുകളാണത്. അപ്പൊ ആ വാക്കുകൾ ആദ്യം നമ്മൾ പഠിക്കണം. അപ്പൊ ആ വാക്കുകൾ ഏതെല്ലാമാണ് എന്ന് നോക്കാം. നമുക്ക് 5ാമത്തെ പേജിലുണ്ട്. വേർഡ്സ് എക്സ്പ്ലെയിൻഡ്. ഒന്നാമത്തെ വാക്ക് ഫ്ലാറ്റ് മൗണ്ടൻ. ഫ്ലാറ്റ് മൗണ്ടൻ, നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫ്ലാറ്റ് മൗണ്ടൻ. ഇത് ഫ്ലാറ്റായി കിടക്കുന്ന, മൗണ്ടൻ എന്ന് പറഞ്ഞാൽ മല എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശം എ ഹൈ പ്ലേസ്, ഒരു ഉയർന്ന സ്ഥലം, വിത്ത് എ ഫ്ലാറ്റ് ടോപ്പ്, അതിന്റെ മുകൾ ഭാഗം പരന്നതാണ്. ഓൾസോ കോൾഡ് എ പ്ലാറ്റ്യൂ, അതിനെ നമ്മൾ പ്ലാറ്റ്യൂ എന്നും അറിയപ്പെടാറുണ്ട്. പ്ലാറ്റ്യൂ എന്ന് പറഞ്ഞാൽ പീഠഭൂമി, അതായത് മലയുടെ മുകൾ ഭാഗം നിരന്ന് കിടക്കുന്ന പ്രദേശത്തിനെയാണ് പ്ലാറ്റ്യൂ, പീഠഭൂമി എന്ന് പറയുന്നത്. അതിനെയാണ് ഇവിടെ ഫ്ലാറ്റ് മൗണ്ടൻ എന്നതുകൊണ്ട് ഈ പാഠഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് 2ാമത്തെ വാക്ക് വിത്ഡ്രോയിങ്. വിത്ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഗോയിങ് ബാക്ക്, പിൻവലിയുക. ഗോയിങ് ബാക്ക്, പിന്നോട്ട് പോവുക, പിൻവലിയുക. നമ്മൾ പിൻവലിക്കുന്നതിനും വിത്ഡ്രോ എന്ന് തന്നെയാണ് പറയുക. ബാങ്കിൽ നിന്ന് പണം പിൻവലിക്കുന്ന വിത്ഡ്രോ ക്യാഷ് എന്നാണ് നമ്മൾ പറയുക. 3ാമത്തെ വാക്ക് സീ ബെഡ്.
കടൽത്തട്ട് എന്നാണ് അർത്ഥം. എന്നിവിടെ അർത്ഥം ബോട്ടം ഓഫ് ദ ഓഷൻ, സമുദ്രത്തിന്റെ അടിത്തട്ട്, താഴ്ഭാഗം. സീ ഫ്ലോർ എന്നും പറയും. കടൽത്തറ എന്ന പേരിലും അറിയും. സീബേഡ് എന്ന് പറയും. ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു വാക്ക് ഇതിൽ പഠിക്കാണ്ട്. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എ പീസ് ഓഫ് ബേണിംഗ് വുഡ്, ഒരു കഷ്ണം കത്തുന്ന വിറക്. തീക്കൊള്ളിയില്ലേ, തീക്കൊള്ളിക്കാണ് ബ്രാൻഡ് എന്ന് പറയാം. പീസ്, ഒരു കഷ്ണം ബേണിംഗ്, കത്തുന്ന വുഡ്, വിറക്. ഹെർത്ത് എന്ന് പറഞ്ഞാൽ ഫയർ പ്ലേസ് ഇൻ കിച്ചണിലെ നമ്മുടെ അടുക്കളയിലെ അടുപ്പ് കൂട്ടുന്ന സ്ഥലത്തെയാണ് ഹെർത്ത് എന്ന് പറയാം. ഹൊറർ എന്ന് പറഞ്ഞാൽ ഭയാനകം എന്നാണ് അർത്ഥം. ഫീലിംഗ് ഓഫ് ഫിയർ, പേടിക്കുന്ന അവസ്ഥ, പേടി തോന്നല്. ആൻഡ് ഷോക്ക്, പേടിയും ഷോക്കും തോന്നിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഹൊറർ എന്ന് പറയുന്നത്. ലോസ്റ്റ് ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബിക്കെയിം മാഡ്, ഭ്രാന്ത് പിടിക്കുക, ഭ്രാന്തനാവുക. സോബ് എന്ന് പറഞ്ഞാൽ ക്രൈ, തേങ്ങിക്കരയുക, കരയുക. സ്റ്റാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെംസ് ഓഫ് പ്ലാന്റ്, ഈ ചെടികളുടെ തണ്ട്. ഇവിടെ ഉദ്ദേശം ഇവിടെ റെഫേഴ്സ്, ഇതിന്റെ ഉദ്ദേശം ടു പാഡി സ്റ്റാക്സ്, ധാന്യങ്ങൾ, നെല്ലോ അതുപോലെ ഗോതമ്പ് പോലുള്ളവയുടെ സ്റ്റാക്സ്, അതിന്റെ സ്റ്റാക്സ് ആണ് ഉദ്ദേശിച്ചത്, അതിന്റെ തണ്ട്, അത് കൊയ്തെടുക്കുമ്പോഴുള്ള തണ്ട്. എബ്ലേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ കറ്റ, വൈക്കോലിന്റെ കറ്റ ഉണ്ടല്ലോ, അതിനാണ് ഉദ്ദേശം. എബ്ലേസ് എന്ന് പറഞ്ഞാൽ ബേണിംഗ്, കത്തുക. ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ഹാർഡ്, സ്ട്രോങ് ഓർ ആംഗ്രി, വളരെ ശക്തവും അതുപോലെ തന്നെ കഠിനവുമായും അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയാ, ഫിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പ്രഷ്യസ് എന്ന് പറഞ്ഞാൽ വെരി വാല്യുബിൾ, വളരെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ വിലമതിക്കാനാവാത്ത എന്നൊക്കെയാണ് പ്രഷ്യസിന് അർത്ഥം, അമൂല്യമായത്. നോട്ട് വൺ സോൾ, ഒരാത്മാവ് പോലും എന്ന് പറഞ്ഞാൽ നോട്ട് എ സിംഗിൾ പേഴ്സൺ, ഒരാളും ഇല്ലാത്ത അവസ്ഥയാണ് നോട്ട് വൺ സോൾ. നെക്സ്റ്റ് വൺ സോളംലി, സീരിയസ്ലി, വളരെ സീരിയസ് ആയിക്കൊണ്ട്. നെക്സ്റ്റ് വൺ സുനാമി, അത് നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു വാക്കാണ്. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. സുനാമിയുടെ സ്പെല്ലിംഗ് ടി കൂടുതലുണ്ട്, TSUNAMI, സുനാമി എന്നല്ല വായിക്കുക, സുനാമി. ടി അവിടെ സൈലന്റ് ആയിട്ട് ഉച്ചരിക്കണം. ബിഗ് വേവ്സ് കോസ്ഡ് ബൈ എർത്ത് ഭൂമിക്കുലുക്കം കാരണമായിക്കൊണ്ടുണ്ടാകുന്ന ബിഗ് വേവ്സ്, വലിയ തിരമാലകളെയാണ് സുനാമി എന്ന് പറയാം. സ്ക്രീം എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക. ക്രൈ ഔട്ട് ഇൻ ലൗഡ് വോയിസ്, ഉച്ചത്തിൽ കരയുന്നതിനെയാണ് സ്ക്രീം എന്ന് ഉദ്ദേശം. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എ ഫ്ലാറ്റ് സർഫേസ്, ഒരു പരന്ന പ്രതലം. ഫ്ലാറ്റ് സർഫേസ് എന്ന് പറഞ്ഞാൽ പരന്ന പ്രതലം, പരന്ന സ്ഥലത്തിനെയാണ് പ്ലെയിൻ ഏരിയ, പ്ലെയിൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് പോകാം. അപ്പോൾ തിരിച്ച് പാഠഭാഗം നിലകൊള്ളുന്ന രണ്ടാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ബേണിംഗ് ഓഫ് റൈസ് ഫീൽഡ്. ബേണിംഗ് എന്ന് പറഞ്ഞാൽ കത്തൽ അല്ലെങ്കിൽ തീ കൊടുക്കൽ. ഓഫ് റൈസ് ഫീൽഡ്, റൈസ് അരി അല്ലെങ്കിൽ നെല്ല്, ഫീൽഡ് വയല്, പാടം, നെൽപ്പാടത്തിന്റെ തീ കൊടുക്കൽ. നെൽപ്പാടത്തിന് തീ കൊടുക്കൽ എന്നാണ് ഈ പാടത്തിന്റെ ഹെഡിങ്ങിന്റെ അർത്ഥം, ടൈറ്റിലിന്റെ അർത്ഥം. ബേണിംഗ് എന്ന് പറഞ്ഞാൽ തീ കൊടുക്കൽ. ഓഫ് റൈസ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ നെൽവയൽ അല്ലെങ്കിൽ അരിപ്പാടം. റൈസ് എന്ന് പറഞ്ഞാൽ അരി, നെല്ലിനൊക്കെ നമ്മൾ റൈസ് ആണ് പറയാ. ഫീൽഡ്, വയല്, പാടം. അപ്പോ നെൽവയലിന് തീ കൊടുക്കൽ. ഹിയർ ഈസ് ആൾസോ എ ബ്യൂട്ടിഫുൾ പിക്ചർ, വെരി ബ്യൂട്ടിഫുൾ പിക്ചർ. ഈ ചിത്രത്തിൽ എന്തെല്ലാം നമുക്ക് കാണുന്നത്? ഡിസ്ക്രൈബ് ദ പിക്ചർ. നിങ്ങൾക്കുള്ള ഒരു പ്രവർത്തനം നേരത്തെ പറഞ്ഞു. ഇന്നിപ്പോ 2 പ്രവർത്തനമാണ്, ഇപ്പൊ ഇത് രണ്ടാമത്തെ പ്രവർത്തനമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ചിത്രം ഡിസ്ക്രൈബ് ചെയ്യണം. ഇത് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യും? ഹൗ ടു ഡിസ്ക്രൈബ് ദിസ് പിക്ചർ. ഈ ചിത്രത്തെ ഡിസ്ക്രൈബ് ദ പിക്ചർ എന്ന് ബോർഡിൽ ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നു എന്ന് എഴുതണം. എങ്ങനെ എഴുതും നമ്മള്? ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു സുന്ദരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഭംഗിയുള്ള ചന്തമുള്ള ഒരു പിക്ചറാണ്. ഇൻ ദ പിക്ചർ there is a mountain and ocean. ഒരു മൗണ്ടനും ഉണ്ട്, ഒരു ഓഷ്യനും കാണുന്നുണ്ട്. ഒരു മലയും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സമുദ്രവും കാണുന്നുണ്ട്. On the top of the mountain there is a house. ഈ മലയുടെ ഏറ്റവും മുകളിൽ ഒരു വീടുണ്ട്.
ആൻഡ് ബിലോ ദ മൗണ്ടൻ, ഈ മൗണ്ടന്റെ താഴെ there is a lot of houses, ഒരുപാട് എണ്ണം വീടുകളുണ്ട്. ഇറ്റ് മേ ബി എ വില്ലേജ്, അതൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു താഴ്ഭാഗത്ത്. ദ ബ്യൂട്ടിഫുൾ ബ്ലൂ കളർ ഓഷൻ ഈസ് വിസിബിൾ ഇൻ ദ ബോട്ടം, താഴേക്ക് നോക്കുമ്പോൾ നീല നിറത്തിലുള്ള ഭംഗിയുള്ള സമുദ്രം നമുക്ക് കാണാവുന്നതാണ്. ഓൺ ദ ഫ്ലാറ്റ് സർഫേസ് ഓഫ് ദ മൗണ്ടൻ there is the cultivation of rice. ഈ ഫ്ലാറ്റ് മൗണ്ടന്റെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ്? കൾട്ടിവേഷൻ ഓഫ് റൈസ്. ഈ അരി അല്ലെങ്കിൽ നെല്ല് കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചിത്രം ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? there are mainly two things. there is a mountain and a ocean. On the top of the mountain there is a house. Below the mountain there are a lot of houses. It may be a village. Maybe എന്ന് പറഞ്ഞാൽ അതിന് സാധ്യത പറയുന്നത് ഇതൊരു പക്ഷേ ഇത് വില്ലേജ് ആയിരിക്കാം. And the blue colored blue ocean, beautiful blue ocean is visible. And on the flat surface of the mountain we can see the rice cultivation. ഓക്കെ, അങ്ങനെ ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. വൺസ്, ഒരിക്കൽ, there was an old man, ഒരു വൃദ്ധനുണ്ടായിരുന്നു. who lived, അയാൾ ജീവിച്ചിരുന്നത് with his grandson, തൻ്റെ പേരക്കുട്ടിയോടൊപ്പമാണ്. വൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ. ഓൾഡ് മാൻ, വയസ്സായ മനുഷ്യൻ. ഓൾഡ് പറഞ്ഞാൽ പഴയതല്ല ഇവിടെ അർത്ഥം, വയസ്സായ മനുഷ്യൻ. ഹു ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് സൺ, അദ്ദേഹം തൻ്റെ പേരക്കുട്ടിയോടൊപ്പം ജീവിച്ചിരുന്നു. ഫാർ എവേ ഇൻ ജപ്പാൻ, അങ്ങകലെ ജപ്പാനിൽ. ഫാർ എവേ എന്ന് പറഞ്ഞാൽ അങ്ങകലെ. ഇൻ ജപ്പാൻ, ജപ്പാനിൽ. their house was on the top of a flat mountain. their house, അവരുടെ വീട്, വാസ് ആയിരുന്നു, ഓൺ ദ ടോപ്പ്, മുകളിൽ, ഓഫ് എ ഫ്ലാറ്റ് മൗണ്ടൻ, ഒരു ഫ്ലാറ്റ് മൗണ്ടന് മുകളിലായിരുന്നു അവരുടെ വീട്. നമ്മൾ ഫ്ലാറ്റ് മൗണ്ടൻ എന്നതിന്റെ അർത്ഥം നേരത്തെ പഠിച്ചു വെച്ചതാണ്. ഫ്ലാറ്റ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ ഒരു പീഠഭൂമി. പീഠഭൂമിക്ക് മുകളിലാണ് അവരുടെ വീട്. ഓൾ ദ വില്ലേജേഴ്സ്, എല്ലാ ഗ്രാമീണരും. ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ, വില്ലേജേഴ്സ് ഗ്രാമീണര്. ലിവ്ഡ് ജീവിച്ചിരുന്നത് ഇൻ ദെയർ സ്മോൾ ഹൗസസ്, അവരുടെ കുഞ്ഞു വീടുകളിലാണ്. ബിലോ താഴെയുള്ള, നിയർ ദ സീ, പാടത്തിന് സമുദ്രത്തിനരികെ അല്ലെങ്കിൽ കടലിനരികെയുള്ള അവരുടെ കുഞ്ഞു വീടുകളിലാണ് ബാക്കി എല്ലാ വില്ലേജേഴ്സും ഗ്രാമീണരും ജീവിച്ചിരുന്നത്. their paddy fields were all on the top of the mountain. അവരുടെ പാഡി ഫീൽഡ്സ്, അവരുടെ പാടങ്ങൾ, വയലുകൾ. പാഡി എന്ന് പറഞ്ഞാൽ ധാന്യ വയലുകൾ എല്ലാം തന്നെ ഓൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ, ഈ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. നമുക്ക് കാണാമല്ലോ ഈ ചിത്രത്തിൽ. ക്ലോസ് ടു വേർ ദ ഓൾഡ് മാൻ ലിവ്ഡ്, ക്ലോസ് അടുത്തായിട്ട്, വേർ എവിടെയാണോ ഓൾഡ് മാൻ ലിവ്ഡ് ആ വൃദ്ധൻ ജീവിച്ചിരുന്നത് അതിനടുത്തായിക്കൊണ്ടാണ് എന്തുണ്ടായിരുന്നത്, ഇവരുടെയൊക്കെ പാഡി ഫീൽഡ്സ് ഉണ്ടായിരുന്നത്. മോർണിംഗ്സ് ആൻഡ് ഈവനിങ്, അപ്പോ their small houses below near the sea. Their paddy fields were on the top of the mountain close to where the old man lived. Morning and evening, മോർണിംഗിലും ഈവനിങ്ങിലും the old man and ടാഡയും ആ വൃദ്ധനും. ആരാണ് ടാഡ? ഹിസ് ലിറ്റിൽ, ഒരു കോമറ്റ് എഴുതുന്നുണ്ടോ, ഹിസ് ലിറ്റിൽ ഗ്രാൻഡ് സൺ, അദ്ദേഹത്തിന്റെ കുഞ്ഞു പേരക്കുട്ടിയാണ് ടാഡ. ടാഡയും വൃദ്ധനും വുഡ് ലുക്ക്, അവര് നോക്കും, രാവിലെയും വൈകുന്നേരവും അവരുടെ നോട്ടം എങ്ങോട്ടാണ്? ഫാർ ഡൗൺ, താഴേക്ക് നോക്കും. അറ്റ് ദ പീപ്പിൾ ഇൻ ദ വില്ലേജ്, ആ ഗ്രാമത്തിലെ ആളുകളിലേക്ക് താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും.
ഈ വൃദ്ധനും അതുപോലെ തന്നെ പേരക്കുട്ടിയും. ദേ വുഡ് വാച്ച്, അവര് വാച്ച് ചെയ്യും, അവര് നോക്കി നിൽക്കും. എന്ത് നോക്കി നിൽക്കും? ദ ബ്ലൂ സീ, നീലക്കടൽ. വിച്ച് ലേ, അത് കിടക്കുന്നു. ഓൾ റൗണ്ട് ദ ലാൻഡ്, അവരുടെ ഈ ഭൂമിയുടെ ചുറ്റി നിൽക്കുന്ന ആ കടലിനെയാണ് അവര് നോക്കി നിൽക്കുന്നത്. ദേ വുഡ് വാച്ച്, അവർ നോക്കി നിൽക്കും. ദ ബ്ലൂ സീ, നീല കടലിനെ. വിച്ച് ലേ അറൗണ്ട് ഓൾ ദ ലാൻഡ്, അറൗണ്ട് ദ ലാൻഡ്, അവരുടെ കടലിനെ ചുറ്റി നിൽക്കുന്ന, അവരുടെ ലാൻഡിനെ, അവരുടെ ഭൂമിയെ ചുറ്റി നിൽക്കുന്ന കടലിലേക്ക് നോക്കി നിൽക്കും. ടാഡ ലവ്ഡ് ദ റൈസ് ഫീൽഡ്സ്, ടാഡക്ക് ഈ നെൽവയൽ ഇഷ്ടമാണ്. ഡിയർലി, വളരെ പ്രിയപ്പെട്ടതാണ് നെൽവയൽ. കാരണം ദേ ഗേവ് ദ പീപ്പിൾ ദെയർ ഫുഡ്സ്, അവയാണല്ലോ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നത്. ആര്? ഈ നെൽവയലുകളാണല്ലോ ആളുകളുടെ ഭക്ഷണം. അതുകൊണ്ട് ടാഡ ലവ്ഡ് ദ റൈസ് ഫീൽഡ് ഡിയർലി. ടാഡക്ക് എന്തുകൊണ്ടാണ് ഈ നെൽപ്പാടങ്ങൾ, നെൽവയലുകൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ബിക്കോസ് ദേ ഗേവ് ദ പീപ്പിൾ ദെയർ ഫുഡ്, അവയാണ് ഗേവ് നൽകുന്നത്, ദ പീപ്പിൾ ആളുകൾക്ക്, ദെയർ ഫുഡ് അവരുടെ ഫുഡ് നൽകുന്നത്, അവരുടെ ഭക്ഷണം നൽകുന്നത് അവയാണ്. ഹി ഓഫൺ ഹെൽപ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ ടു വാച്ച് ഓവർ ദം, അവൻ ഓഫൺ പലപ്പോഴും ഹെൽപ്ഡ് സഹായിച്ചു, ഹിസ് ഗ്രാൻഡ് ഫാദർ തൻ്റെ വല്യച്ഛനെ, മുത്തച്ഛനെ സഹായിച്ചു, ടു വാച്ച് ഓവർ ദം, അവയെ വാച്ച് ചെയ്യാൻ വേണ്ടി, അവയെ നിരീക്ഷിക്കാൻ വേണ്ടി സഹായിച്ചു. വൺ ഡേ, ഒരു ദിവസം, ദ ഗ്രാൻഡ് ഫാദർ വാസ് സ്റ്റാൻഡിങ് അലോൺ, മുത്തച്ഛൻ തനിച്ച് നിൽക്കുകയായിരുന്നു. ബിഫോർ ഹിസ് ഹൗസ്, തൻ്റെ വീടിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഹി ലുക്ക്ഡ് ഫാർ ഡൗൺ, അദ്ദേഹം ദൂരേക്ക് നോക്കി. അറ്റ് ദ പീപ്പിൾ ബിലോ, താഴെയുള്ള ആളുകളിലേക്ക് നോക്കി. ആൻഡ് സഡൻലി, പെട്ടെന്ന്, ഹി സോ സംതിങ്, അദ്ദേഹം ഒരു കാര്യം കണ്ടു. വെരി സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം, വിചിത്രമായിട്ടുള്ള ഒരു കാര്യം കണ്ടു. എന്താണത്? ദ സീ വാസ് വിത്ഡ്രോയിങ്, കടൽ പിൻവലിയുന്നു. നമ്മൾ വിത്ഡ്രോയിങ്ങിന് അർത്ഥം പറഞ്ഞു, ഗോ ബാക്ക്, പിന്നോട്ട് പോവുക. കടല് പിന്നോട്ട് പോകുന്നു. എവിടുന്ന്? ഫ്രം ദ ഷോർ, കരയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഹൺഡ്രഡ്സ് ഓഫ് ഷൈനി ഷെൽസ് ആൻഡ് സ്റ്റാർഫിഷ് could now be seen on the seabed. 100, നൂറുകണക്കിന് ഷൈനി, തിളങ്ങുന്ന ഷെല്ല്, ചിപ്പികളും, തിളങ്ങുന്ന ചിപ്പികളും, നൂറുകണക്കിന് തിളങ്ങുന്ന ചിപ്പികളും, ആൻഡ് സ്റ്റാർഫിഷുകളും, നക്ഷത്ര മത്സ്യങ്ങളും, could now be seen, ഇപ്പൊ കാണപ്പെട്ടു, ഓൺ ദ സീബെഡ്, കടൽത്തറയിൽ, കടലിന്റെ അടിത്തട്ടിൽ, സീബെഡില്. ബോട്ടം ഓഫ് ദ സീ എന്നാണ് നമ്മൾ കടലിന്റെ സീബെഡിന് പറഞ്ഞത്, അർത്ഥം പറഞ്ഞു. ബോട്ടം ഓഫ് ദ സീ, കടലിന്റെ അടിത്തട്ടിൽ. സീ ഫ്ലോർ, കടൽത്തറയിൽ. കടൽത്തറ വെള്ളമൊക്കെ വലിഞ്ഞു പോകുമ്പോൾ ബാക്കി കടൽത്തറ ഇങ്ങനെ കണ്ടു. നൂറുകണക്കിന് ചിപ്പികളും അതുപോലെ തന്നെ സ്റ്റാർഫിഷും ഒക്കെ കാണപ്പെട്ടു. ഹി സോ ദ വില്ലേജേഴ്സ് റൺ ഓൺ ടു ദ സീബെഡ്, അദ്ദേഹം കണ്ടു വില്ലേജേഴ്സ്, ഗ്രാമീണരെല്ലാം റൺ ഓൺ ടു ദ സീബെഡ്, ആ കടൽത്തറയിലേക്ക് ആളുകൾ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഓടിച്ചെല്ലുന്നത്? ടു പിക്ക് ദ ഷെൽ, ചിപ്പികൾ പെറുക്കാനും. ആൻഡ് ദ സീ കെപ്റ്റ് ഗോയിങ് ബാക്ക്, കടലോ അതിനനുസരിച്ച് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കടൽ കെപ്റ്റ് ഗോയിങ്, പോയിക്കൊണ്ടേയിരിക്കുക, ബാക്ക് പിന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഈ അദ്ദേഹം കണ്ടു വില്ലേജസ്, ഗ്രാമീണർ, റൺ ഓടുന്നു, ഓൺ ടു ദ സീബെഡ്, സീബെഡിലേക്ക് ഓടുന്നു, കടൽത്തറയിലേക്ക് ഓടുന്നു. ടു പിക്കപ്പ്, പെറുക്കിയെടുക്കാൻ, ദ ഷെൽസ് പെറുക്കിയെടുക്കാൻ വേണ്ടി ഓടുന്ന ആൾക്കാരെ കണ്ടു. ആസ് ദ സീ കെപ്റ്റ് ഗോയിങ് ബാക്ക്, അതിനനുസരിച്ച് കടല് പിന്നോട്ട് വലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ദ ഓൾഡ് മാൻ, വൃദ്ധൻ, പുട്ട് ഹിസ് ഹാൻഡ്സ്, തന്റെ കൈകൾ വെച്ചു. ഓൺ ഹിസ് ഐസ്, കണ്ണുകളുടെ മേലിൽ വെച്ചു. ആൻഡ് ലുക്ക്ഡ് അഗൈൻ, നന്നായിട്ട് കാണാൻ വേണ്ടി ഒരിക്കൽ കൂടി നോക്കി. ഹി ഹാഡ് നെവർ സീൻ, അദ്ദേഹം മുമ്പൊരിക്കലും കണ്ടിട്ടില്ല. സച്ച് എ തിങ് ബിഫോർ, ഇങ്ങനെ ഒരു കാര്യം മുമ്പ് കണ്ടിട്ടേയില്ല. ഹി റിമെമ്പേർഡ്, അദ്ദേഹം ഓർത്തു. തിങ്സ് ദാറ്റ് ഹിസ് ഓൺ ഗ്രാൻഡ് ഫാദർ ടോൾഡ് ഹിം,
തൻ്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന് മുത്തച്ഛൻ പറഞ്ഞ കാര്യം അദ്ദേഹം ഓർത്തു. അദ്ദേഹം റിമെമ്പേർഡ് ഓർത്തു തിങ്സ് കാര്യങ്ങൾ ദാറ്റ് അത് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹിസ് ഓൺ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ടോൾഡ് ഹിം അദ്ദേഹത്തിനോട് പറഞ്ഞത് വെൻ ഹി വാസ് എ ബോയ് അദ്ദേഹം ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് മുത്തച്ഛൻ പറഞ്ഞ കാര്യം ഓർത്തു. ഹി ന്യൂ അദ്ദേഹത്തിന് അറിയാം ഓൾ ദ സ്റ്റോറി ഓഫ് ദ സീ കടലിന്റെ എല്ലാ കഥകളും അദ്ദേഹത്തിന് അറിയാം. ആർക്കറിയാം? അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അറിയാമായിരുന്നു. സഡൻലി ഹി ടേൺഡ് പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു. ആൻഡ് റാൻ ടു ദ ഹൗസ് വീട്ടിലേക്ക് തിരിഞ്ഞോടി. എന്നിട്ട് വിളിച്ചു ടാഡാ ടാഡാ. ആരാണ് ടാഡാ? പേരക്കുട്ടിയെ വിളിച്ചു ടാഡാ ടാഡാ. ഹി ക്രൈഡ് ബ്രിങ് ദ ബ്രാൻഡ് ഫ്രം ദ ഹെർത്ത് അടുപ്പത്ത് നിന്ന് ഒരു തീക്കൊള്ളി കൊണ്ടുവാ. ബ്രിങ് എ ബ്രാൻഡ് നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നു. തീക്കൊള്ളി ഫ്രം ദ ഹെർത്ത് എന്ന് പറഞ്ഞാൽ അടുപ്പ്. കിച്ചണിലെ അടുപ്പിനാണ് എന്ത് പറയാ? ഹെർത്ത് എന്ന് പറയുന്നത്. തൽക്കാലം ഇന്നേക്ക് നമുക്ക് ഇത്ര മതി. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. വേർ ആർ ദ അപ്പോ ചോദ്യം 1, വേർ ഓൾ ദ പാഡി ഫീൽഡ്സ് എവിടെയായിരുന്നു പാഡി ഫീൽഡ്സ്? ഓപ്ഷൻ എ ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ, ബി ബിലോ ദ മൗണ്ടൻ, സി നിയർ ദ സീ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what did the old man see one day? A option, the sea going back, B a big wave, C the sea coming in. ഈ രണ്ട് ചോദ്യം അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു വർക്ക് എന്ന് പറയുന്നത് 3 വർക്ക് ഉണ്ട്. ഒന്ന് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക. ഈ ഭാഗം നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം ടിക്കറ്റ് ഇതിൽ ഏതെല്ലാമാണ് സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത് വെച്ചാൽ അതിന് ടിക്കറ്റ് അയക്കുക. രണ്ടാമത്തെ വർക്ക്, ഡിസ്ക്രൈബ് ദിസ് പിക്ചർ. ഈ ചിത്രം ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ പറഞ്ഞിരുന്നു. അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. മൂന്നാമത്തെ വർക്ക്, ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം ഇതിൽ നിന്ന് എ ആണോ ബി ആണോ സി ആണോ ഏതാണെന്ന് ഉത്തരം എന്ന് എഴുതിയാൽ ആൻസർ എന്നതിന് ശേഷം എ ആണെങ്കിൽ എ എഴുതുക, ചോദ്യം എഴുതണം, ഉത്തരം എഴുതണം. ബി ആണെങ്കിൽ അത് എഴുതുക, സി ആണെങ്കിൽ അത് എഴുതുക. മൂന്നാമത്തത്, വാട്ട് ഡിഡ് ദ ഓൾഡ് മാൻ സീ വൺ ഡേ, എന്താണ് വൃദ്ധൻ കണ്ടത് എന്നുള്ള ഇതിന് എ ആണോ ബി ആണോ സി ആണോ ഏതാണ് ഉത്തരം എന്ന് വെച്ചാൽ അത് എഴുതിയെടുക്കുക. ഈ വർക്കാണ് ഇന്നത്തേക്ക് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ശരി, ഗുഡ് ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്.